അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഒരു നന്മക്ക് വണ്ണമേറിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്നേറ്റ പരിശുദ്ധ റമദാനു ശരീഫിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അണുമണി തൂക്കം നന്മ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതവൻ കാണുക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അതുപോലെ തന്നെ അണുമണി തൂക്കം തിന്മ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും അവൻ കണ്ടെത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഓരോ മനുഷ്യൻ്റെയും നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന സമയം അവനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഈ രംഗത്തെ സംബന്ധിച്ച് മഹാന്മാരായിരിക്കുന്ന ആളുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. യുഹ്ശറുന്നാസ യൗമൽ ഖിയാമത്തി സലാസത്തു അസ്നാഫിൻ. പരലോകത്ത് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ പ്രധാനമായും അവർ 3 വിഭാഗമായിരിക്കും. കൂട്ടത്തിലൊന്ന്, ഫമൻ റജഹത്ത് ഹസനാത്തുഹു അലാ സയ്യിആതിഹി ബിവാഹിദത്തിൻ ദഖലൽ ജന്ന. തിന്മയേക്കാൾ ഒരു നന്മ മാത്രം മുൻതൂക്കം വന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ. വമൻ റജഹത്ത് സയ്യിആതുഹു അലാ ഹസനാതിഹി ബിവാഹിദത്തിൻ ദഖലന്നാർ. നന്മയേക്കാൾ ഒരു തിന്മ മാത്രം മുൻതൂക്കം വന്ന് നരകത്തിൽ പ്രവേശിക്കുന്നവൻ. വമനിസ്തവത്ത് ഹസനാതുഹു വസയ്യിആതുഹു ഫഹുവ മിൻ അഹ്ലിൽ അറാഫ്. നന്മയും തിന്മയും സമമായി വരുന്നവർ. ചെറുതാണെങ്കിലും ഒരു നന്മയുടെ വില മനുഷ്യൻ ശരിക്ക് അറിയുന്ന സമയമാണ് മഹ്ശർ. ഒരു നന്മയുടെ വില മനുഷ്യൻ അറിയുന്ന സമാനമായ ഒരു സംഭവം മഹ്ശറിൽ നടക്കുന്നത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂതാ ബിറജുലിൻ യൗമൽ ഖിയാമത്തി ഫമാ യജിദു ലഹു ഹസനതൻ. പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും. അദ്ദേഹത്തിൻ്റെ നന്മയും തിന്മയും സമമാണ്. ഒരു നന്മ കൂടി ലഭിക്കുകയാണെങ്കിൽ നന്മ മുൻതൂക്കം വരികയും അതിലൂടെ അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം ലഭിക്കുകയും ചെയ്യും. ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇദ്ഹബ് ഫിന്നാസ് ഫൽതമിസ് മൻ യുഅതീക ഹസനതൻ അദ്ഖലക ബിഹൽ ജന്ന. നീ ജനങ്ങൾക്കിടയിലേക്കൊന്നിറങ്ങിച്ചൊല്ലൂ, എന്നിട്ട് ആരോടെങ്കിലും ഒരു നന്മയെ തരുമോ എന്ന് നീ അന്വേഷിക്കുക. ആരെങ്കിലും നിനക്കൊരു നന്മ തരികയാണെങ്കിൽ അതിലൂടെ നിനക്ക് സ്വർഗപ്രവേശനം നൽകാം. അങ്ങനെ ആ മനുഷ്യൻ പരകോടി ജനങ്ങൾക്കിടയിലൂടെ ഒരു നന്മയും ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. ആ നടക്കുന്നതിനിടയിൽ അദ്ദേഹം പലരെയും കണ്ടുമുട്ടുന്നുണ്ട്. എല്ലാവരിൽ നിന്നും നിരാശാജനകമായിരിക്കുന്ന വാക്കുകൾ മാത്രം. ഓരോരുത്തരും പറയുന്നത് ഇങ്ങനെയാണ്, ഖിഫ്തു അൻ യഖുഫ മീസാനി ഫഅന അഹ്വജു മിൻക ഇലൈഹ. ഒരു നന്മയുടെ കാരണം കൊണ്ട് എൻ്റെ തുലാസെങ്ങാനും ഭാരം കുറഞ്ഞു പോയാൽ നിന്നേക്കാൾ ആവശ്യം ആ ഒരു നന്മയിൽ എനിക്കുണ്ടാവും, അതുകൊണ്ട് തരാൻ സാധ്യമല്ല. അങ്ങനെ മഹാന്മാർ പറയാണ്. ഈ നടത്തത്തിനിടയിൽ യൽഖർ റജുലു സൗജതഹു ഫയഖൂലു ലഹാ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ കണ്ടുമുട്ടുന്നുണ്ട്. അവളോട് തൻ്റെ ആവശ്യം പറയുന്നുണ്ട്. ആ സമയത്ത് തൻ്റെ സഹധർമ്മിണി ആ മനുഷ്യനോട് പറയുന്ന വാക്കിങ്ങനെയാണ്, എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വലാകിന്നി ലാ ഉതീകു അൻ ഉഅതിയക ശൈഅൻ അതഖവ്വഫു മിസ്ലല്ലദീ തഖാഫു. ഒന്നും നിങ്ങൾക്ക് തരാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. കാരണം നിങ്ങൾക്ക് ഞാനൊരു നന്മ എടുത്തു തന്നാൽ ആ നന്മയുടെ കുറവെങ്ങാനും എൻ്റെ തുലാസിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഞാൻ നരകത്തിൽ പോകേണ്ടി വരും. അതുകൊണ്ട് സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യ പോലും ആ മനുഷ്യനെ കൈയൊഴിയുന്നു. ഈ സഞ്ചാരത്തിനിടയിൽ തൻ്റെ സന്താനങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട് ആ മനുഷ്യൻ. അവരോട് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് ഇങ്ങനെയാണ്, തരാൻ സാധ്യമല്ല എന്നാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബത്തിഹി വ ബനീഹി. ഒരാൾക്കും ഒരാളെക്കുറിച്ചും ചിന്തയില്ലാത്ത, ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത സമയം മഹ്ശറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യനിങ്ങനെ നടന്ന് അവസാനം ഒരാളുടെ അരികിലെത്തിച്ചേരുകയാണ്. ആ മനുഷ്യനോട് ഇയാൾ തൻ്റെ ആവശ്യം ഉന്നയിക്കുമ്പോൾ അയാൾ പറയുന്നു,
എൻ്റെ റിക്കാർഡിൽ ആകെ ഒരു നന്മ മാത്രമാണുള്ളത്. ആ നന്മ കൊണ്ടൊരിക്കലും തന്നെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നന്മ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ പക്കലുള്ള ഒരേ ഒരു നന്മ, ഈ നന്മ ആവശ്യപ്പെട്ടു കൊണ്ടുവന്ന മനുഷ്യന് ആ മനുഷ്യൻ നൽകുകയാണ്. ആ സമയത്ത് ഈ നന്മ ലഭിച്ച മനുഷ്യൻ വളരെ സന്തോഷത്തോടെ ഫയന്തലിഖു ഫറഹൻ മസ്റൂറാ ഫയഖൂലുല്ലാഹു ലഹു മാ ബാലുക വഹുവ അഅലമു, വളരെ സന്തോഷത്തോടു കൂടി മനുഷ്യൻ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഓടി വരികയാണ്. ഈ മനുഷ്യൻ്റെ ഈ സഞ്ചാരങ്ങളും ഈ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹത്തിന് ലഭിച്ച പ്രതികരണങ്ങളൊക്കെ അള്ളാഹു അറിയുന്നവനാണ്. പക്ഷേ അള്ളാഹു തആല ഇയാളോട് ചോദിക്കുന്നു, നിൻ്റെ കാര്യം എന്താണ്, നിനക്ക് വല്ലതും ലഭിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അള്ളാഹു തആല പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിൻ്റെ കൂട്ടുകാരനെ കൂടി ഇങ്ങ് വിളിക്കൂ, നിനക്കൊരു നന്മ വകവെച്ച് തന്ന ആ മനുഷ്യനില്ലേ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കൂ എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിൻ്റെ കയ്യിലുള്ള ഒരേ ഒരു നന്മ, ആ നന്മ നീ ഈ മനുഷ്യന് നൽകിയത് നിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയും നിൻ്റെ ഹൃദയത്തിൻ്റെ കാരുണ്യവുമാണ്. എന്നാൽ നിൻ്റെ ആ കാരുണ്യത്തേക്കാൾ എത്രയോ വലുതാണ് എൻ്റെ കാരുണ്യം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് നീ ഈ മനുഷ്യനോട് കാരുണ്യം ചെയ്തു എന്ന കാരണം കൊണ്ട് എൻ്റെ കാരുണ്യത്താൽ നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലേക്ക് പോവുക എന്ന് അല്ലാഹു പറയുന്ന രംഗം മഹാന്മാരായിരിക്കുന്ന ഉലമാ രേഖപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ വലുതാണ്. അവൻ്റെ കാരുണ്യമില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലകുൻതും മിനൽ ഖാസിരീൻ. അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ പരാജയത്തിൽ പെട്ടുപോകുമായിരുന്നു. തന്നെയുമല്ല അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാം, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലാതിരുന്നാൽ ലമസ്സക്കും ഫീമാ അഫൽതും ഫീഹി അദാബുൻ അലീം, വേദനാജനകമായിരിക്കുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമദാനിൻ്റെ 3 പത്തുകളെ 3ആയി വിഭജിക്കുകയും അതിലൊരു 10 റഹ്മത്തിൻ്റെ 10 എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്ത ആ റഹ്മത്തിൻ്റെ 10ലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നമ്മൾ സദാസമയവും ചോദിച്ചു കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് റഹ്മത്തിൻ്റെ 10 എന്ന് പുണ്യനബി വിശേഷിപ്പിച്ച 10 ആകുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പറയണം, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഈ ദിക്ർ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു ദുആ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ റഹ്മത്ത് എനിക്ക് ചൊരിഞ്ഞു തരണേ എന്ന ഒരു പ്രാർത്ഥന അല്ലാഹു കബൂലാക്കിയാൽ അതായിരിക്കും ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി. അതുകൊണ്ട് ഈ പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം സദാ വർഷിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അവൻ്റെ കാരുണ്യം കൊണ്ട് ഈ ലോകത്തും പരലോകത്തും അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.